ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഈ ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ഈ ഒരു ദിവസത്തിൽ നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു ദിവസം നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ ഫീലിങ്സ് ആണ് നിങ്ങളോട് തോന്നുന്നത്, എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഇത് ടവർ കാർഡാണ്. സെക്കൻഡ് കാർഡ് 5 ഓഫ് വാൻഡ്സ് ആണ്. 3 ഓഫ് വാൻഡ്സ്, 8 ഓഫ് സോർഡ്സ്, 3 ഓഫ് പെൻഡക്കിൾസ്, Knight of Pentacles, King of Wands, Page of Wands, 3 of Cups, 4 of Cups, Page of Cups, The Magician കാർഡാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. ഇനി നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് Ace of Wands ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള സ്പ്രെഡ്. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഫീൽ ചെയ്യുന്നത്, അവർ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ഒരു ഡീപ്പ് ആൻഡ് ഇമോഷണൽ, അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇമോഷൻസ്, ഈ രണ്ട് കാര്യങ്ങളും മിക്സ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ട്സിലുള്ള ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഓരോ എനർജീസും ഓരോ കാർഡുകളുടെ എനർജീസ് നോക്കാം. ഫസ്റ്റ് തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ ചിന്തകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ നല്ല രീതിയിലോ അല്ല ഈ റിലേഷൻഷിപ്പ് പോകുന്നതെന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ട് സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ആ ഒരു രീതിയിലാണ് നമുക്ക് ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് പോകുന്നില്ല. അഥവാ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്, നിങ്ങളും ഉണ്ട്, ആക്റ്റീവ് ആണ് എങ്കിൽ പോലും അവർക്കൊരു പീസ് ഓഫ് മൈൻഡ് ഇല്ല ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട്. അതാണ് നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാർഡ് നമുക്ക് ടവർ കാർഡ്, 5 ഓഫ് വാൻഡ്സ്, പിന്നെ 8 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. അപ്പം ഇവിടെ വളരെ സ്ട്രോങ് എനർജീസ് ആണ് ഇത് മൂന്നും കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഒത്തിരി ഫൈറ്റുകൾ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അവർക്ക് അതൊക്കെ വന്നിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ഉള്ളിൽ ഇപ്പോൾ ഒരു മെന്റൽ സ്ട്രെസ്സും അതുപോലെ ഒരു കൺഫ്യൂഷനും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചില സമയത്ത് അവർക്ക് തോന്നുന്നുണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു മെന്റൽ സ്ട്രെസ് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ചില സമയത്ത് അവർ വിചാരിക്കുന്ന അവർ ട്രാപ്പ് ആയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അവര് ഏതോ ട്രാപ്പിൽ അകപ്പെട്ടു പോയി എന്നതുപോലെ പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളിലൊക്കെ പെട്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ ഞാൻ ട്രാപ്പായി പോയി, എനിക്ക് പുറത്തേക്ക് പോകാനായിട്ടൊരു കറേജ് ഇല്ല എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർ ഈ ഒരു ബ്രേക്കപ്പിൽ അവർ സെപ്പറേഷനിലായി പോയതിനു ശേഷം വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അതിനും അവർക്ക് പറ്റുന്നില്ല. അപ്പൊ കുറച്ച് പേര് അങ്ങനെയും ഒരു കറേജ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും ഇവിടെ ഒരു സ്നേഹം നിങ്ങളോട് നല്ല രീതിയിലുണ്ട്, പക്ഷെ ഇവിടെ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ആ ഒരു സിറ്റുവേഷൻസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അതെന്താണ് ആ ഒരു വ്യക്തിക്ക് സമാധാനം ഇല്ലാതിരിക്കുന്നത് എന്ന് ഉള്ളൊരു കാര്യം. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അവരുടെ ചിന്തകൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്, പിന്നെ 3 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. ഈ ഒരു 3 കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ അവർ ഫ്യൂച്ചറിനെ കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു റിലേഷൻഷിപ്പ് സ്ലോ ആണെങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ട് റീബിൽഡ് ചെയ്യണം എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പം അവർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ഒരു
അതിന് വേണ്ടിയിട്ട് ഒരു ടീം വർക്ക് വേണം. അതായത് നിങ്ങളും ആ ഒരു പേഴ്സണും ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളെല്ലാം മാറ്റി നല്ല രീതിയിൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം ഇങ്ങനെ ഒരു റീയൂണിയൻ ഉണ്ടാകാനായിട്ട് എന്നൊരു മൈൻഡ് സെറ്റ് ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നത്. പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് ഒരു ഹറിബറി ആയിട്ട് ആക്ഷൻസ് എടുത്ത് ഒന്നും ചെയ്യുന്നില്ല. വെരി സ്ലോലി അവർ വരുന്നത്. പക്ഷെ അതൊരു കെയർഫുൾ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് വീണ്ടും വരിക എന്ന് പറയും, ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. അപ്പൊ നമ്മൾ കൂടി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. നന്നായിട്ട് എങ്കിൽ മാത്രമേ അവിടെ ഒരു നന്നായിട്ട് അത് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിങ്ങളെ കുറിച്ചുള്ള അവരുടെ ഒരു ഫീലിങ്സും തോട്ട്സും എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തിൽ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് നമുക്ക് വന്നിട്ടുണ്ട്, പേജ് ഓഫ് വാൻസ് ഉണ്ട്, ഏസ് ഓഫ് വാൻസ് ഉണ്ട്. മാസ്റ്റർ കാർഡ് ഏസ് ഓഫ് വാൻസ് ആണല്ലോ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാനും ഒക്കെ ഇപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിട്ടുകൊണ്ട് വളരെ കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോകുവാനൊക്കെ അങ്ങനെ ഒരു കറേജ് ഉള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളോടൊരു സ്ട്രോങ് ആയിട്ടുള്ള അതുപോലെ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം അവർക്കുണ്ട്. അത് നമുക്ക് ഫയർ എനർജി കാണുമ്പോൾ തന്നെ അറിയാം. ഒരു തീ പോലത്തെ അതുപോലെയുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. സംടൈംസ് അവർക്ക് തോന്നും എനിക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് വേണം, ഈ ഒരു പേഴ്സന്റെ കൂട്ടത്തിലൊരു പുതിയ തുടക്കം വേണം എന്ന് അവർക്ക് ആ ഒരു ചിന്തകളൊക്കെ അവർക്ക് വരുന്നുണ്ട് എന്ന് ഈ ഒരു ദിവസത്തിൽ അവർ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. പിന്നെ അട്രാക്ഷൻ ലെവൽ നോക്കുവാണെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള അട്രാക്ഷൻ ലെവലാണ്. നമുക്ക് ഫയർ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെയാണല്ലോ, വളരെ അട്രാക്ഷൻ ലെവൽ ഹൈ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അട്രാക്ഷൻസ് സ്ട്രോങ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. പിന്നെ ഹിഡൻ ഫീലിങ്സിൽ നോക്കുവാണെങ്കിൽ ഇമോഷണലി അവർ എന്തൊക്കെ കാര്യങ്ങൾ മറയ്ക്കുന്നു എന്നുള്ളൊരു കാര്യം നോക്കുവാണെങ്കിൽ നമുക്കൊരു പേജ് ഓഫ് കപ്സ് ഉണ്ട്, 3 ഓഫ് കപ്സ് ഉണ്ട്, 4 ഓഫ് കപ്സ് ഉണ്ട്. അപ്പം അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹത്തിൻ്റെതായ ഫീലിങ്സുകളുണ്ട്. പക്ഷെ ഓപ്പൺലി ആ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു രീതിയിലായിരിക്കാം ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക. അതിനുശേഷം പിന്നീട് നിങ്ങൾ ഒരു കണക്ഷൻ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറിയിട്ടുണ്ടാവും. ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി ഒരു ലവേഴ്സ് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ കണക്ഷനായി വന്നിട്ടുള്ള വ്യക്തികളാകാനാണ് ചാൻസ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനുള്ളിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടി ചേർത്ത് കൊണ്ടുപോകാനായിട്ട് വാല്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ അവര് ചില സമയങ്ങളിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവര് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണോ, അതോ ഇനി ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഞാൻ ആക്ഷൻ എടുക്കണോ എന്നൊക്കെയുള്ള ഡൗട്ട്സുകളാണ് അവരുടെ മനസ്സിനുള്ളിൽ അത് മൊത്തം കാണുന്നത്. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹമുണ്ട്. ഫയർ എനർജിയാണ്. ഏസ് ഓഫ് വാൻസിന്റെ ഫയർ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പേജ് ഓഫ് വാൻസ്, കിങ് ഓഫ് വാൻസ്, ഇതെല്ലാം നല്ല സ്നേഹത്തിന്റെ ഒരു എനർജി തന്നെയാണ്. അപ്പം ഇവരുടെ മൈൻഡ് സെറ്റും ഇന്റൻഷനും എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരുന്ന മജീഷ്യൻ കാർഡാണ്. ഈ ഒരു മജീഷ്യൻ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും അങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വളരെയധികം ആഗ്രഹമുണ്ട്. അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നും അവർ മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് വരുന്നത്, അതാണ് ഇതിനകത്ത് മെയിൻ ഇഷ്യൂ ആയിട്ട് കാണുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻസ് ആയിരിക്കാം. അവർക്ക് എപ്പോഴും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്മൂത്തായിട്ട് സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു ഫ്ലറിഷ് ചെയ്ത് നിർത്താനായിട്ട് എപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലർക്ക് അത് റിലേഷൻഷിപ്പിൽ അവരുടെ മറ്റ് റിലേഷൻഷിപ്പുകളിൽ വരുന്ന ഒരു സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. ചിലവർക്ക് അത് തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും പുറത്തു നിന്നുള്ള എന്തോ ഒരു പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ രണ്ടുപേര് നല്ലൊരു സ്നേഹത്തിലും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഇഷ്യൂസ് ഉണ്ടാവുകയും അവർക്ക് ആ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിന്റെ ഫ്ലോ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റാതെ വരികയും അവരൊരു സൈലന്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയും ആകാം. എങ്ങനെയാണെങ്കിലും ഇവർക്ക് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അതവിടെ മെയിൻ ഇഷ്യൂ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മെയിൻ ഇഷ്യൂ അതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. ഒരേപോലെ എല്ലായ്പ്പോഴും ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ച്, അതായത് സാഹചര്യങ്ങളും നിങ്ങളും അവരും ഒക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിലുള്ള സിറ്റുവേഷൻ ഒക്കെ ക്രിയേറ്റ് ആയി അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവര്
കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തെടുക്കാം, നല്ല നല്ല രീതിയിലാക്കി എടുക്കാം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇത് മജീഷ്യൻ കാർഡ്, നമുക്ക് അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓവറോൾ മെസ്സേജ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ആ ഒരു ഫീലിങ്സുകൾ ഇന്ന് ഈ ഒരു ദിവസത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട്. സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട് നിങ്ങളോട്, ഫ്യൂച്ചറിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇമോഷണൽ എക്സ്പ്രഷൻസ് വീക്കാണ്, അവരുടെ ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്ലോ പ്രോഗ്രസ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പ്രഷർ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ ഒരു സ്പേസ്, അതിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ ഒരു റീയൂണിയൻ എനർജി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാർഡുകൾ, ടവർ കാർഡ് ഉണ്ട്, 8 ഓഫ് സോൾസ് ഉണ്ട്, 3 ഓഫ് വൺസ് ഉണ്ട്, നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് കപ്സ് ഉണ്ട്, മജീഷ്യൻ കാർഡ് ഉണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും റീയൂണിയൻ ചാൻസസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കില്ല എന്നുള്ളതാണ്. സ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു റീയൂണിയൻ നടക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവര് നിങ്ങളെ മറന്നിട്ടില്ല, അവരുടെ മനസ്സിൽ റീയൂണിയൻ ഉണ്ട്, നിങ്ങളുണ്ട്, നിങ്ങളെ സ്പെഷ്യൽ ആളായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. ഇമോഷൻസ് എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. പേജ് ഓഫ് കപ്സ് അതാണ് നമുക്ക് പറയുന്നത്. എപ്പോഴും അവരുടെ മനസ്സിൽ ആ ഒരു ഇമോഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ കുറച്ച് ഈഗോയും കൺഫ്യൂഷനും പാസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഇവിടെ ടവർ 5 ഓഫ് വൺസും കൂടെ വരുമ്പോഴത്തേക്ക് അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു കാര്യങ്ങൾ, ഈഗോയ്, കൺഫ്യൂഷൻ, പാസ്റ്റിൽ വന്നിട്ടുള്ള ഇഷ്യൂസ്, അതെല്ലാം അവർ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഇവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ തിരിച്ചു വരണം എന്ന് അവർക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എങ്ങനെ എന്ന് അവർക്ക് അറിയില്ല. ആ ഒരു ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസും 3 ഓഫ് വൺസും ഉണ്ട്. വളരെ ഒരു സ്ലോ പ്രോഗ്രസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ റീയൂണിയന് കാണിക്കുന്നത്. വെയിറ്റിംഗ് പീരീഡ് ഒത്തിരി ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ ഫിസിക്കലിയും അതുപോലെ ഇമോഷണലിയും നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കേണ്ടുന്ന കുറച്ച് ടൈം വരും എന്ന് തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പം നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസിലാണെങ്കിൽ കുറച്ച് നാളും കൂടി അത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതൊരു ഫാസ്റ്റ് റീയൂണിയൻ അല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്റ്റൻസ് കുറച്ച് നാളും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും പക്ഷെ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റീയൂണിയൻ പോസിബിലിറ്റി ആണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ശരിക്കും മെയിൻ ബ്ലോക്കേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 8 ഓഫ് സോൾസും 4 ഓഫ് കപ്സും ആണ് പറയാൻ പറ്റുന്നത്. അവർ കുറേയധികം ഓവർ തിങ്ക് ചെയ്യുന്നു. ഇത് ആണ് അവരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രശ്നം. ചിലപ്പോൾ ഒരു ഇഗ്നോർ മോഡിലേക്ക് പോകും. അതായത് ഇത് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ തന്നൊരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും വർക്കാവില്ല എന്നൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഇഗ്നോർ മോഡിലേക്ക് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഐ ആം നോട്ട് റെഡി എന്നുള്ള ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അവർ റിമൂവ് ചെയ്ത് അവരുടെ മനസ്സിൽ നിന്ന് മാറ്റി, ആ ബ്ലോക്കേജ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ മാത്രം അവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു റീയൂണിയൻ നടക്കുള്ളൂ. അപ്പൊ റീയൂണിയൻ നടക്കുന്നതിനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മജീഷ്യൻ എനർജി പറയുന്നതായിരുന്നു. നമുക്ക് റീയൂണിയൻ നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ തിരിച്ച് സ്റ്റാർട്ട് ആവണം. പിന്നെ പാസ്റ്റ് ഇഷ്യൂസ് ക്ലിയർ ചെയ്യണം, രണ്ടുപേരും എഫേർട്ട് എടുക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ റീയൂണിയൻ ഉറപ്പായിട്ട് നടക്കും. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക. പാസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ക്ലിയർ ചെയ്യുക. പിന്നെ രണ്ടുപേരും ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ ഒരു റീയൂണിയൻ നടക്കുകയുള്ളൂ. വൺ സൈഡ് എഫേർട്ട് കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. അത് വൺ സൈഡ് എഫേർട്ട് ഉണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി ഡിലേ ആയി പോവുക മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടുപേരും എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ഒരു റീയൂണിയൻ സാധ്യത നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ റീയൂണിയൻ ഉണ്ടാകും, അത് പോസിബിൾ ആണ്. റീയൂണിയൻ ഉണ്ടാകും എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാനായിട്ട്. പക്ഷെ സ്ലോ ആയിരിക്കും, കുറെ ഡിലേ ആകും. അതുപോലെ തന്നെ എഫേർട്ടിനെ ബേസ് ചെയ്തിരിക്കും. ഇതാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫെയ്ത്ത് മാത്രമല്ല. ഈ നിങ്ങളുടെ സാധാരണ ചില റിലേഷൻഷിപ്പിന്റെ റീഡിംഗ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഫെയ്ത്ത് ആണ്, ഈ ഒരു വിധിയുടെ അനുസരിച്ചിട്ടാണ് ഇത് പോവുക. പക്ഷെ ഇത് ശരിക്കും ഫെയ്ത്ത് അല്ല. നിങ്ങളുടെ കയ്യിലാണ് റിലേഷൻഷിപ്പിൽ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. നിങ്ങൾ എഫേർട്ട് ഇടുന്ന പോലെ ആയിരിക്കും ഇതിനൊരു റിസൾട്ട് കിട്ടുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ ചോയ്സസ്, നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ ഡിസിഷൻസ്, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന പേഷ്യൻസ് വേണം, ഇവരെ ചേസ് ചെയ്യരുത്, ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ നല്ല ക്ഷമയോടുകൂടി, ഞാൻ പറഞ്ഞു ഒത്തിരി ഡിസ്റ്റൻസ് വരും, ഇനിയും കുറച്ച് നാളും കൂടി നിങ്ങൾ സെപ്പറേഷനിലേക്ക് ഇരിക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇവരുടെ പുറകെ ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക എന്നുള്ളതാണ്. പിന്നെ ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്നിവിടെ യൂണിവേഴ്സ് നമുക്ക് അഡ്വൈസ് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു റീയൂണിയൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഒരു ടൈം പീരീഡ് എപ്പോഴായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഈ ഒരു സ്പ്രെഡിൽ ഓൾറെഡി നമുക്ക് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, 3 ഓഫ് വൺസ്, അതുപോലെ പേജ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഈ 3 കാർഡുകൾ അനുസരിച്ചിട്ട് ഇതൊരു ഫാസ്റ്റ് റീയൂണിയൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം സ്ലോ ആയിട്ട് ബിൽഡപ്പ് ചെയ്തിട്ട് ഒരു വെയിറ്റിംഗ് ഫേസിലേക്ക് പോകും. അങ്ങനെ ഒരു വെയിറ്റിംഗ് ഫേസ് ഉണ്ടാകും. അപ്പൊ ചിലപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ ഒരു വെയിറ്റിംഗ് ഫേസിലായിരിക്കാം. സാധാരണയായിട്ട് ഇങ്ങനെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ 1 to 3 months ഈ റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെന്റ്സ് തുടങ്ങും, അതായത് റീയൂണിയന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഒരു ഫുൾ റീയൂണിയൻ എന്ന് പറഞ്ഞാൽ 3 to 6 months അതൊരു ഫുൾ റീയൂണിയൻ ഫ്രെയിമിലേക്ക് വരും എന്നുള്ളതാണ്. ഇത് പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ടൈം പറഞ്ഞെങ്കിലും ഇറ്റ് ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് ഈ ഒരു 3 കാര്യങ്ങളിലാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ ഈഗോ ക്ലാഷസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടോ, ഇതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഡിലേയും കാര്യങ്ങളൊക്കെ. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യുകയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു 3 to 6 months ഒന്നും ആവശ്യമായിട്ട് വരില്ല. അതിന് മുന്നേ തന്നെ ഒരു റീയൂണിയൻ ഇവിടെ സാധ്യമാകും എന്നാണ് കാണുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ബ്ലോക്കായ ഒരു അവസ്ഥയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം കോണ്ടാക്ട് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണൽ കോണ്ടാക്ട് ആയിട്ട് വന്നാലും ഒരു ഫുൾ കമ്മിറ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് എന്നുള്ളതാണ്. അവർ ആദ്യം നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നാലും അത് നിങ്ങളെ വീണ്ടും നിങ്ങളെ അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളെ എടുത്ത് അവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറ്റി, അല്ലെങ്കിൽ പെട്ടെന്നൊരു റീയൂണിയൻ നടത്തി അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അവരാദ്യം ഒരു ഫ്രണ്ട്ലി ടൂണ് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാനായിട്ടാണ് ആ ഒരു പേഴ്സൺ ഫസ്റ്റ് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹിഡൻ ട്രൂത്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷെ ഇത്ര പ്രശ്നങ്ങളും ഈഗോസും ഫൈറ്റ്സും കാര്യങ്ങളും സെപ്പറേഷൻ, ഡിസ്റ്റൻസ് ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഇന്നത്തെ ദിവസം നിങ്ങളെ അവർ വളരെയധികം മിസ് ചെയ്യുന്നു. പക്ഷെ ഒരു ഈഗോ ഉണ്ട് അവർക്ക്, കുറച്ച് ക്ലാഷസ് അല്ലെങ്കിൽ പാസ്റ്റിലെ ഇഷ്യൂസ് ഇതൊക്കെ കാരണം അവരത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്, എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇനി ഞാൻ പോയി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നുള്ളൊരു ഡൗട്ടും കൂടി ഇവർക്കുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് അവരിതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഒരു കോണ്ടാക്ട് വരും, റീയൂണിയൻ ഉണ്ടാകും. പക്ഷെ ഒരു സ്ലോ ആയിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് വീണ്ടും അത് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ടേക്ക് വരും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് ഒരു സെക്കൻഡ് ചാൻസിലേക്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിനുള്ളൊരു ചാൻസസ് ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം നമുക്കിവിടെ കിങ് ഓഫ് വൺസ് വന്നിരിക്കുന്നു, പേജ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്, അതുപോലെ പേജ് ഓഫ് കപ്സ്, ഏസ് ഓഫ് വൺസ്. അതൊരു ഫയർ ആയിട്ടുള്ള നല്ലൊരു സ്നേഹം നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളെ ഈ ഒരു പേഴ്സൺ വളരെയധികം മിസ് ചെയ്യുന്ന ഫീലിങ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി നോക്കാം. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ഐ വിൽ ഓൾവേസ് ബി യുവേഴ്സ്. എപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളുടേത് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ നോ ഐ ഹേർട്ട് യു. എനിക്കറിയാം ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഓക്കെ, there was a time when I was suffering alone, but then you came and rescued me from the darkness. Okay, എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് സമയത്ത്, ചില സമയങ്ങളിൽ ഒരു സമയത്ത് ഞാൻ വളരെയധികം സഫർ ചെയ്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നീയാണ് എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ ആ ഒരു നിരാശയിൽ എനിക്കൊരു പ്രതീക്ഷ തന്നൊരു വ്യക്തി എന്ന് പറയുന്നത് നീയാണ് എന്നുള്ളത്. എന്നെ എവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി നീയാണ് എന്നവർ പറയുകയാണ്. ഗീവ് മീ അതർ ചാൻസ്. എനിക്ക് ഒരു ചാൻസ് കൂടി തരണം എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും അവർക്ക് വളരെ വിലപ്പെട്ട നിമിഷങ്ങളായിരുന്നു എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദ ഓൺലി തിങ് ഐ വാണ്ട് ടു ബി ആൻ എക്സ്പേർട്ട് ദാറ്റ് ഈസ് ലവിങ് യു. ഓക്കെ, ഈ ലോകത്തിൽ വെച്ചിട്ട് ഒറ്റൊരു കാര്യത്തിനാണ് ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി എക്സ്പേർട്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിൽ വളരെ എക്സ്പേർട്ട് ആവണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്.
ഐ പ്രോമിസ് യു ദിസ്, ഐ വിൽ ഓൾവേസ് ബി ദെയർ ഫോർ യു. ഓക്കെ, ഫസ്റ്റ് മെസ്സേജും അത് തന്നെയാണ്, നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന് അവരെ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഓക്കെ, യു ഹാവ് മെയ്ഡ് മീ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത്. നിങ്ങളാണ് ഈ ഒരു ഭൂമിയിൽ വെച്ചിട്ട് നിങ്ങളാണ് എന്നെ ഒരു ഏറ്റവും ഹാപ്പിയാക്കി വെച്ചിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്നെ ഏറ്റവും ഹാപ്പിയായിട്ട് വെക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് ഇങ്ങോട്ട് എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഫസ്റ്റ് ക്ലൂ, ഗോൾഡൻ കളറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഐസ്ക്രീം ലവർ, സെൻസ് ഓഫ് ഹ്യൂമർ, ഫിസിക്കൽ ഫിറ്റ്നസ്, മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ആളുകളായിരിക്കാം. ലെറ്റർ സി, ലെറ്റർ എൻ, ഷോർട്ട് ഹെയർ, നെക്സ്റ്റ് മന്ത്, നേച്ചർ, പ്രകൃതി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ഇടുക്കി ഡിസ്ട്രിക്റ്റ്, 7 days, 1990 എന്നുള്ളതിന് വർഷത്തോടെ കിട്ടുന്നുണ്ട്. 1992, ഹിയറിംഗ് ഇഷ്യൂസ്, ഫുട്ബോൾ, എബ്രോഡ്, 1987, 1996, March month, number 48, number 10, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എച്ച്, നമ്പർ 23, 1987, okay, number 45, 1982, crazy, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടാകാം. ഡിസംബർ മന്ത്, മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകുള്ള വ്യക്തികളായിരിക്കും. നമ്പർ 5, ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ളൊരു കളർ. ലെറ്റർ കെ, 2003, നമ്പർ 8, നമ്പർ 46, പോലീസ്, ടീ ലവർ, ഫോളോ ന്യൂ ട്രെൻഡ്സ്, നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1978, 1992, ഗവൺമെൻറ് സർവീസ്, പാലക്കാട് ജില്ല, ജൂലൈ മന്ത്, നമ്പർ 1, ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1986, നമ്പർ 36, 2 days, 2004. അപ്പോൾ ഇത്തരം ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.